നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ജനം വിധിയെഴുതി. മികച്ച വിജയം നേടുമെന്ന 3 മുന്നണി സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ 23 ശനിയാഴ്ച. വാണിയംകുളം പത്തംകുളത്ത് വാഹനാപകടം. സ്വകാര്യ ബസും ടിപ്പറും കൂട്ടിയിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് പരിക്ക്. അപകടം ലോറി പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞതിനെ തുടർന്ന്. വാർഡുകളുടെ അതിർത്തി പുനഃക്രമീകരണം. പട്ടാമ്പി മണ്ഡലത്തിൽ 18 പുതിയ വാർഡുകൾ നിലവിൽ വരും. വിഭജനത്തിൽ അശാസ്ത്രീയതയാരോപിച്ച് പരാതികളും. ഒറ്റപ്പാലം നഗരസഭയിൽ 3 വാർഡുകൾ വർദ്ധിച്ചു. 8 വാർഡുകൾക്ക് പുതിയ പേരുകൾ. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണ പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം. 57.79 കോടിയുടെ പദ്ധതിക്ക് കിഫ്ബി ബോർഡ് അനുമതി നൽകി. സർക്കാരും ധനവകുപ്പും അംഗീകരിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. മണ്ണാർക്കാട് സ്വകാര്യ ധന ഇടപാട് സ്ഥാപനം ഇടപാടുകാരെ കബളിപ്പിച്ച് മുങ്ങിയതായി പരാതി. കാരാട്ട് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകർ രംഗത്ത് വന്നത്. ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ജനം വിധിയെഴുതി. മികച്ച വിജയം നേടുമെന്ന് 3 മുന്നണി സ്ഥാനാർത്ഥികളും അവകാശപ്പെട്ടു. 23-നാണ് വോട്ടെണ്ണൽ. ആരാകും പാലക്കാടിന്റെ പുതിയ MLA? ജനം വിധിയെഴുതി കഴിഞ്ഞു. വീറും വാശിയും നിറഞ്ഞു നിന്ന പ്രചാരണ ചൂടിനൊടുവിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തിയായി. വെണ്ണക്കരയിലെ 48 നമ്പർ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചെന്നാരോപിച്ച് ചെറിയ തർക്കമുണ്ടായതൊഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെയാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ 184 പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടിംഗ് നടന്നത്. തുടക്കത്തിൽ മികച്ച പോളിംഗാണ് നടന്നതെങ്കിലും പിന്നീട് ഇത് അല്പം മന്ദഗതിയിലായി. എന്നാൽ വൈകിട്ടോടെ വീണ്ടും വോട്ടിംഗ് ശക്തിപ്പെട്ടു. ചില ബൂത്തുകൾക്ക് മുന്നിൽ വൈകിട്ടും നീണ്ട ക്യൂ ദൃശ്യമായി. ഷാഫി പറമ്പിൽ MP രാവിലെ മണപ്പുള്ളിക്കാവ് ഗവൺമെൻറ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉപയോഗിച്ച ചിഹ്നത്തേക്കാൾ നല്ലത് ബൂമറാങ് ആകണമായിരുന്നെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇടതുപക്ഷം ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചടിയാകുമെന്ന അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. BJPയെ സഹായിക്കാനാണ് CPM ഇതുവരെ ശ്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത്. 2, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനം അതെല്ലാം BJPയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും, അവരുടെ പ്രവർത്തകർക്ക് പോലും, അവരുടെ ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ബൂമറാങ്ങായി തിരിച്ചു വന്നു. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ, ദാർശനികമായി പരിശോധിച്ചാൽ RSSുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് AK ബാലനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത്? അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം? അവരെ മാറ്റിക്കൊണ്ടുവരലല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് MP രാജേഷാണ്. അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്തന്നെ നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ. ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് OK വാസുവിന്റെയും അശോകന്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് 2014 ശ്രീ പിണറായി വിജയനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ബൂമറാങ് ആയിട്ട് തിരിച്ചടിക്കുകയാണ്. അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായിപ്പോയി. പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നതുകൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ CPM പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോടൊന്ന് അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഉപദേശിക്കായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ പറയാനും തയ്യാറാണ്. ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ ഈ പ്രായത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ്. ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം, ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനിയൊരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അറിയാലോ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുതി കൊടുക്കുകയാണ് UDF ചെയ്യുന്നതെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P സരീൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുലിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഫലപ്രഖ്യാപനം വന്ന ശേഷമേ രാഹുലിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയുള്ളൂ. രാഹുലിന് സ്ഥിരബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും സരീൻ പറഞ്ഞു.
രാവിലെ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഭാര്യ സൗമ്യയ്ക്കൊപ്പം ക്ഷേത്രദർശനത്തിന് എത്തിയ ശേഷമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 70,000-ലധികം വോട്ടുകൾ LDF നേടുമെന്നും സരീൻ പ്രതികരിച്ചു. 70,000-ൽ കുറയാത്ത മനുഷ്യർ വന്ന് വോട്ട് ചെയ്യും ഇടതുപക്ഷത്തിന് അനുകൂലമായി. ഈ കണക്ക് സത്യമാണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയെങ്കിലും മനസ്സിലായി തുടങ്ങേണ്ടതാണ്. അതുവരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ കണക്ക് എന്ന് വേണമെങ്കിൽ മനസ്സിലിട്ട് ആലോചിക്കാം. ഈ കണക്ക് വൈകുന്നേരം 6 മണി മുതലെങ്കിലും നിങ്ങൾക്ക് ഏറിയേണ്ടി വരും. സാറിന് വലിയ തരത്തിൽ വിവാദങ്ങൾ ചർച്ചയായി, വികസന കാര്യങ്ങൾ ആ നിലയ്ക്ക് ചർച്ചയായില്ല. വോട്ടർമാർ ഏതായിരിക്കും പരിഗണിക്കുക? വോട്ടർമാർ വികസനം മാത്രമേ പരിഗണിക്കൂ. അവർക്ക് പരിഹാരങ്ങൾ കാണണം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അവർ വലിയ പ്രതീക്ഷയിലാണ്. വന്നു കിട്ടിയ അവസരമാണ്, വീണ് കിട്ടിയ അവസരം എന്ന് പറയുന്നത്. ഒരു കൂട്ടർ വിളിച്ചു വരുത്തിയിട്ടാണ് വോട്ട് ചെയ്യൂന്ന് പറയുന്നത്. ആ വിളിച്ചു വരുത്തിയ കൂട്ടരുടെ എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഇന്നുണ്ട്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. പാലക്കാടിന് നല്ലത് തോന്നും, പാലക്കാടിന് നല്ലത് വരുത്തണം. പാലക്കാട് തീരുമാനിക്കുന്നത് ശരിയുടെ സത്യത്തിന്റെ തീരുമാനമായിരിക്കും. അതെനിക്കറിയില്ല. അന്ന് പ്രാർത്ഥിക്കുന്നവരും നിന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്ന് പ്രാർത്ഥിക്കുന്നവരെ അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. എല്ലാറ്റിലും അതെ 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 ഓടി നടക്കാൻ അറിയണം ജനങ്ങൾക്ക് വേണ്ടിയെന്നേ. ലൈം ലൈറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളാണെന്ന് പറയാതെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി. ആ ലൈം ലൈറ്റ് രാഷ്ട്രീയത്തിന് തൻ്റെ മുൻഗാമിക്കുണ്ടായ ഒരു പരിവേഷമുണ്ടല്ലോ, ആ പരിവേഷത്തിൻ്റെയും കൂടി പ്രായശ്ചിത്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് കോൺഗ്രസും ലീഗും UDF അടക്കം എല്ലാ മനുഷ്യരും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 70,000-ൻ്റെ ഒരു കൗണ്ട്, അതിലൊരുപാട് മനുഷ്യരുണ്ട്. അവരുടെ രാഷ്ട്രീയം ഒന്നും വേർതിരിക്കാൻ നിങ്ങൾ പോകണ്ട. അതൊക്കെ മെനക്കെട്ട് പണിയാണ്. രാഷ്ട്രീയം നോക്കണ്ട. അവിടെ ജനങ്ങൾ പാലക്കാടിനെ നോക്കി വോട്ട് ചെയ്യും. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി നോട്ട് ചെയ്യും. അത് 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ അയ്യപുരം GLP സ്കൂളിലെ ബൂത്ത് 25-ലെത്തിയാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയത്. NDA വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും പാലക്കാടിനെ വഞ്ചിച്ച UDF-ന്റെ ജനപ്രതിനിധികൾക്കെതിരായ വികാരം NDAക്ക് അനുകൂലമായി മാറുമെന്നും C. കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്നാണ്. അത് കേവലം പാലക്കാട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാരെ വിധിയെഴുത്തും. കൃഷ്ണകുമാർ, ഈ പോളിംഗ് നിരക്ക് ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്താണ് അതിൻ്റെ? കാരണം വയനാട്ടിൽ പ്രചരണം കുറയാണ്. വയനാട്ടിൽ കുറഞ്ഞത് കോൺഗ്രസിനെതിരായിട്ടുള്ള വിജയം. തെരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു പോയ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു. പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചിച്ചു പോയ UDF-ന്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പ്രതിഫലിക്കും. അത് NDAക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. പാലക്കാടിലെ പൊതുരംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം ഉണ്ടായിരുന്ന എനിക്ക് അനുകൂലമായിട്ട് പാലക്കാട്ടുകാർ വോട്ട് രേഖപ്പെടുത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. LDF തമ്മിൽ വെച്ച് ഒന്നാം സ്ഥാനം വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. 5 കൂടുതലുള്ള 5 ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും. അത് 10,000-ൽ കൂടുതൽ വോട്ടുകൾ. ഏറ്റവും ഒടുവിൽ പരസ്യത്തെ ചൊല്ലിയാണ് വിവാദം. അല്ല, 2 മുന്നണികളും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞങ്ങൾ ഒരു വിഭാഗത്തെ വോട്ട് ബാങ്കായി കരുതുന്നില്ല. ഞങ്ങൾ എല്ലാ വിഭാഗത്തിൻ്റെയും വികസനമാണ് കാണുന്നത്. പാലക്കാട്ടുകാർക്ക് അതറിയാം. പാലക്കാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അറിയാം. ന്യൂനപക്ഷ മേഖലകളിൽ പോലും ഇത്തവണ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും. 23-നാണ് വോട്ടെണ്ണൽ. ശക്തമായ ത്രികോണപ്പോരിൽ വിജയം ആരെ തുണയ്ക്കുമെന്നറിയാൻ അതുവരെ കാത്തിരിക്കാം. വാണിയംകുളം കോതക്കുറിശി റോഡിൽ പത്തംകുളം സീഡ് ഫാമിന് സമീപത്ത് സ്വകാര്യ ബസ്സും ടിപ്പറും കൂട്ടിയിടിച്ച് അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 8:30-ഓടെയാണ് അപകടം നടന്നത്.
ഷൊർണൂരിൽ നിന്നും യാത്രക്കാരെ കയറ്റി പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് സീഡ് ഫാമിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ബസ് ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്കാണ് പരിക്കേറ്റത്. 2 വാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. മുന്നിൽ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് വലതുഭാഗത്തേക്ക് തിരിയുന്നതിനിടെ പിന്നിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. 2 വാഹനങ്ങളും സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ മതിൽ ഇടിച്ചു തകർത്തു. വാർഡുകളുടെ അതിർത്തി പുനഃക്രമീകരണം. പട്ടാമ്പി മണ്ഡലത്തിൽ 18 പുതിയ വാർഡുകൾ. അതേസമയം വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡുകളുടെ അതിർത്തി പുനഃക്രമീകരണ കരട് രേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ പുതുതായി 18 വാർഡുകൾ. പട്ടാമ്പി നഗരസഭയിലും 7 പഞ്ചായത്തുകളിലുമായാണ് 18 വാർഡുകൾ പുതുതായി വരുന്നത്. കരട് രേഖയുടെ പരിശോധന തുടങ്ങിയതോടെ പരാതികളും ഉയർന്നു തുടങ്ങി. കൊപ്പം, തിരുവേഗപ്പുറ, വല്ലപ്പുഴ പഞ്ചായത്തുകളിൽ 3 വാർഡുകൾ വീതമാണ് പുതുതായി വരുന്നത്. ഇവിടങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളാണ് വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് കാണിച്ച് രംഗത്തെത്തിയത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തിരുവേഗപ്പുറയിലെ വാർഡ് വിഭജനമെന്നാണ് LDFന്റെ പരാതി. അശാസ്ത്രീയമായാണ് വിഭജനം നടത്തിയതെന്ന് കാണിച്ച് പരാതി നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. കൊപ്പത്ത് UDFനാണ് പരാതി. ഇടവഴികളെ അതിർത്തികളാക്കിയാണ് പ്രധാനമായും വാർഡുകളെ വിഭജിച്ചിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമാണെന്നും ഭരണകക്ഷിയുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള വിഭജനമാണ് നടന്നതെന്നും UDFന് പരാതിയുണ്ട്. വല്ലപ്പുഴയിലും സമാനമായ പരാതികളാണ് നിലനിൽക്കുന്നത്. വിളയൂർ, മുതുതല, കുലുക്കല്ലൂർ, ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ 2 വീതം വാർഡുകളാണ് പുതുതായി വന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെ പ്രതിപക്ഷം തന്നെയാണ് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിൽ 1 വാർഡാണ് പുതുതായി വന്നത്. അശാസ്ത്രീയമായ വിഭജനമാണ് നഗരസഭയിൽ നടന്നതെന്നും ഇത് റദ്ദാക്കണമെന്നും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. കരട് വിജ്ഞാപനം സംബന്ധിച്ച വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. ഡിസംബർ 3 വരെ പരാതികൾ നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ 3 വാർഡുകൾ വർദ്ധിച്ചു. 10 വാർഡുകൾക്ക് പുതിയ പേരുകൾ. 36 വാർഡുകളുണ്ടായിരുന്നത് 39ആയി വർദ്ധിച്ചു. 4 വാർഡുകൾക്ക് മാത്രമാണ് പഴയ പേരും അതേ വാർഡ് നമ്പറും ഉള്ളത്. ബാക്കി 35 വാർഡുകളുടെയും നമ്പറുകൾ മാറി. മോളുകുർശി, മുനിസിപ്പൽ ഓഫീസ്, GJB സ്കൂൾ, വില്ലഞ്ചിറ, മൂർക്കൻകാട്, കേന്ദ്രീയ വിദ്യാലയം, ട്രാഫിക് സ്റ്റേഷൻ, സെൻഗുപ്ത റോഡ്, തോട്ടക്കര പോസ്റ്റ് ഓഫീസ്, അമൃത സ്കൂൾ എന്നീ 10 പുതിയ പേരിൽ വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അനങ്ങന്മല, വരോട്, ചേരിക്കുന്ന്, തോട്ടക്കര എന്നീ വാർഡുകളുടെ നമ്പറുകളും പേരുകളുമാണ് നിലവിലെ അതേ രൂപത്തിൽ തുടരുന്നത്. അരീക്കപ്പാടം, NSS കോളേജ്, തെന്നടി ബസാർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നീ പേരുകളിൽ വാർഡുകളില്ല. കരട് വിജ്ഞാപന പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് കണ്ണിയമ്പുറം തെരുവ് വാർഡിലാണ്. 1500 പേരാണ് ഈ വാർഡിലുള്ളത്. തോട്ടക്കര പോസ്റ്റ് ഓഫീസ് വാർഡിൽ 1493 വോട്ടുണ്ട്. പാലപ്പുറം തെരുവ്, മൂർക്കൻകാട് വാർഡുകളിൽ 1483 വോട്ടുമുണ്ട്. അഴീക്കലപ്പറമ്പ് എന്ന പേരിലുള്ള വാർഡിലാണ് ഏറ്റവും കുറവ് വോട്ടുള്ളത്. ആകെ 1241 വോട്ട് മാത്രം. അമൃത സ്കൂൾ വാർഡിൽ 1244 വോട്ടാണുള്ളത്. മണ്ണാർക്കാട് വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഇടപാടുകാരെ കബളിപ്പിച്ച് മുങ്ങിയതായി പരാതി. മണ്ണാർക്കാട് ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയാണ് പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. സ്ഥാപനം ഉടമകൾക്ക് എതിരെ പോലീസ് കേസെടുത്തു. മണ്ണാർക്കാട്, അട്ടപ്പാടി, കല്ലടിക്കോട്, തച്ചനാട്ടുകര, അലനല്ലൂർ മേഖലകളിൽ നിന്നായി 100 കണക്കിന് പേരിൽ നിന്നാണ് സ്ഥാപനം പ്രതിമാസം കുറി എന്ന പേരിൽ പണം സ്വീകരിച്ചിരുന്നത്. നറുക്കിന് 25,000 രൂപ നിരക്കിൽ 5 ലക്ഷം രൂപയുടെ കുറിയിൽ ചേർന്ന വിപിന്റെ പരാതിയിലാണ് മണ്ണാർക്കാട് പോലീസ് കേസെടുത്തത്. 3,18,000 രൂപ വിപിൻ അടച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കുറി 4,62,500 രൂപയ്ക്ക് വിപിൻ വിളിച്ചിരുന്നു. വിളിച്ച കുറിയുടെ തുക നൽകാമെന്ന് പറഞ്ഞ ദിവസം പണം നൽകിയില്ലെന്നും സ്ഥാപനത്തിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അടച്ചിട്ട നിലയിലാണെന്നും പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ഇത്തരത്തിൽ നിരവധി പേർക്ക് പണം നഷ്ടമായതായാണ് അറിയുന്നത്. വർഷങ്ങളായി മണ്ണാർക്കാട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണിത്. സ്ഥാപനം അടച്ച് ഉടമകൾ മുങ്ങിയതറിഞ്ഞ് കൂടുതൽ നിക്ഷേപകർ പോലീസ് സ്റ്റേഷനിൽ എത്തി. ബുധനാഴ്ച 20 പരാതികൾ ലഭിച്ചു. കൂടുതൽ പേർ പരാതികളുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. സ്ഥാപനം ഉടമകളായ സന്തോഷ്, മുബഷിർ എന്നിവർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു. 2,500 മുതൽ 50,000 രൂപ വരെ പ്രതിമാസം അടയ്ക്കുന്ന കുറികൾ ഇവർ നടത്തിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു.
പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണ പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം. 57.79 കോടിയുടെ പദ്ധതിക്ക് കിഫ്ബി ബോർഡ് അനുമതി നൽകി. ഇനി സർക്കാർ അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കാനാകും. പെരിന്തൽമണ്ണ നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരിക്കുന്ന പദ്ധതിക്ക് കിഫ്ബി ബോർഡ് അംഗീകാരം നൽകി. 57.78 കോടി രൂപ മതിപ്പ് ചെലവ് കണക്കാക്കുന്ന പദ്ധതിക്കാണ് കിഫ്ബി ബോർഡ് അംഗീകാരം നൽകിയത്. കിഫ്ബി അംഗീകാരം ലഭിച്ച ഈ പദ്ധതി സർക്കാരും ധനവകുപ്പും കൂടി അംഗീകരിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാവും. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 20 നഗരങ്ങളിൽ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനും സൗന്ദര്യവൽക്കരണം നടപ്പാക്കാനും ഉദ്ദേശിച്ച് കിഫ്ബി തയ്യാറാക്കിയ പദ്ധതികളിലാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണ പദ്ധതിയും ഉൾപ്പെട്ടത്. നജീബ് കാന്തപുരം MLA നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പദ്ധതിക്ക് പെരിന്തൽമണ്ണ നഗരത്തെയും പരിഗണിച്ചത്. കിഫ്ബി എഞ്ചിനീയറിംഗ് വിഭാഗവും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ വർഷം ഒക്ടോബർ 13-ന് പെരിന്തൽമണ്ണയിലെത്തി പരിശോധന നടത്തിയിരുന്നു. നജീബ് കാന്തപുരം MLAയുടെ സാന്നിധ്യത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നത്. നിലവിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയും നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയും പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ബന്ധിച്ചാണ് പോകുന്നത്. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ 2007-ൽ കൂടുതൽ സ്ഥലമെടുത്ത് വിപുലീകരിച്ചിരുന്നു. അന്നത്തെ MLA ആയിരുന്ന വി ശശികുമാർ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള പരിശോധനയും നടപടിയും അന്നത്തെ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണ പദ്ധതി വേഗത്തിലാക്കി. വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും ഇന്ന് പ്രധാന പ്രശ്നമാണ്. ട്രാഫിക് ജംഗ്ഷനിലെ സ്ഥലക്കുറവ് പ്രധാന തടസ്സവുമാണ്. ഇപ്പോൾ കിഫ്ബി അംഗീകരിച്ച ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണ പദ്ധതിക്ക് കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. ട്രാഫിക് ജംഗ്ഷനിൽ സൗകര്യപ്രദവും ശാസ്ത്രീയവുമായ നവീകരണമാണ് ഉദ്ദേശിക്കുന്നത്. പൊതുജനങ്ങളുടെ താൽപര്യം മുൻനിർത്തി പദ്ധതി നടപ്പാക്കുമെന്നും ഇതിനായി രാഷ്ട്രീയ സാമൂഹിക കൂട്ടായ്മ രൂപപ്പെടുത്തുമെന്നും നജീബ് കാന്തപുരം MLA അറിയിച്ചു. അലനല്ലൂർ ടൗൺ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ലഹരി വിൽപ്പന സജീവം. മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ലഹരി കൈമാറ്റം നടത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ടൗണിൽ നിന്നും പോലീസ് പിടികൂടിയത് 19.39 ഗ്രാം MDMA. പോലീസും എക്സൈസും രാത്രികാല പരിശോധന ശക്തമാക്കണം. പരിശോധന കുറഞ്ഞതാണ് ലഹരി സംഘം ടൗണിൽ വിലസാൻ കാരണമെന്ന് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ റഷീദ് ആലായൻ പറഞ്ഞു. അലനല്ലൂർ ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലും രാത്രി 10 മണി കഴിഞ്ഞാൽ ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് ആളുകളുടെ പരാതി. എന്നാൽ പേടി കാരണം ഇവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. അലനല്ലൂർ ബാങ്ക് ജംഗ്ഷൻ പരിസരത്ത് വെച്ച് കഴിഞ്ഞ ദിവസം 2 യുവാക്കളിൽ നിന്നും 19.39 ഗ്രാം MDMA പോലീസ് പിടികൂടിയിരുന്നു. ഇത് വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്നാണ് വിവരം. രാത്രിയുടെ മറവിൽ MDMA, മദ്യം, കഞ്ചാവ് ഉൾപ്പെടെയുള്ളവയുടെ വിൽപ്പനയും ഉപയോഗവും ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് പൊതുപ്രവർത്തകനായ റഷീദ് ആലായൻ പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ 5 വർഷം കൂടുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കും മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും വോട്ടഭ്യർത്ഥിക്കലും വോട്ട് വാങ്ങലും മാത്രമാണ് പൊതുപ്രവർത്തകർ എന്ന് സമൂഹം തെറ്റിദ്ധരിക്കാതിരിക്കാൻ, ഇത്തരത്തിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, സമൂഹത്തിൽ വലിയ തോതിൽ നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത രീതിയിലാണ് വലിയ തോതിലുള്ള MDM ഉൾപ്പെടെയുള്ള വലിയ മയക്കുമരുന്ന് വിൽപ്പന അലനല്ലൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. 2 വർഷം മുന്നേ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന സ്ഥിരമുണ്ടായിരുന്നതിനാൽ ലഹരി സംഘം പിൻവാങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് പേരിന് പോലും പോലീസ് പരിശോധന നടത്താറില്ല. എക്സൈസിന്റെ പരിശോധന ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലെന്നും റഷീദ് ആലായൻ പറഞ്ഞു. എല്ലാ മദ്യങ്ങളും അലനല്ലൂർ സുലഭമാണ്. ഏത് മദ്യം വേണമെങ്കിലും അലനല്ലൂരിൽ സുലഭമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് പോലീസിൻ്റെ പരിശോധന ഇല്ലായിട്ടാണ്. പോലീസിനെ മാത്രം പറയാൻ കഴിയില്ല. എക്സൈസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശമ്പളം വാങ്ങുന്നതിന് എന്തെങ്കിലും ഒരു മാന്യമായ ഒരു ബാധ്യത നിറവേറ്റാൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരിടപെടലും സമീപകാലത്തുണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങളിൽ അന്ന് എക്സൈസിന് ഇടപെടേണ്ടി വന്നിരുന്നു. ഇപ്പോഴും തന്നെ ഈ വിഷയങ്ങളിലൊന്നും ഒരിടപെടലും പോലീസിൻ്റെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് തീരെയില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ കൃത്യമായി നടക്കേണ്ടതുണ്ട്. നല്ല പരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ്, ഏകദേശം 1.5-2 വർഷം മുമ്പ് നാട്ടുകൽ പോലീസിൻ്റെ വളരെ ക്രിയാത്മകമായ വിട്ടുവീഴ്ചയില്ലാത്ത ഈ MDM ഉൾപ്പെടെയുള്ള വിൽപ്പനയും അനധികൃതമായി കൊണ്ടുള്ള മദ്യവിൽപ്പനക്കുമുള്ള അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന് ഇവിടെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്, അന്ന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ലഹരി കൈമാറ്റം നടത്താറുണ്ടെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. പരിമിതികളെ പട്ടിട്ട് മൂടി കേരളം പ്രബുദ്ധതയുടെ പറുദീസയാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി KEN കുഞ്ഞഹമ്മദ്. CPM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KEN. ഉള്ളതിനെ ഉള്ളതുപോലെ കാണുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മാർക്സിസം. അനേകം പരിമിതികൾ നിലനിൽക്കെ പരിമിതികളെ പട്ടിട്ടുമൂടി കേരളം പ്രബുദ്ധതയുടെ പറുദീസയാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മധുവിൻ്റെയും പരസ്പരം സ്നേഹിച്ചതിൻ്റെ പേരിൽ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല്ലുന്നവരുടെയും നാടാണ് കേരളമെന്നും KEN പറഞ്ഞു. ഒരു ജനത ഈ കേരളത്തിലുണ്ട്. ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മധു മുതൽ പരസ്പരം അത്രമേൽ ഇഷ്ടമാകയാൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച മനുഷ്യരെ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒക്കെ കൊല്ലാക്കൊല ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മുടെ നാട്ടിൽ നാം കാണുന്നുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ പരിമിതികളാണ്. ആ പരിമിതികളെ പട്ടിട്ട് മൂടി കേരളം പ്രബുദ്ധതയുടെ പറുദീസയാണ് എന്ന് പരസ്യം നടത്തേണ്ട ഒരു കാര്യമില്ല. ഉള്ളതിനെ ഉള്ളതുപോലെ കാണുക എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മാർക്സിസം. CPM ചെർപ്പളശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നെല്ലായ ലോക്കൽ കമ്മിറ്റി കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. CP ചിത്രഭാനു അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, KP സുഭാഷ്, E ചന്ദ്രബാബു, I ഷാജു, KP വസന്ത, MP ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. ഡിസംബർ 10 മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. ADM C മുഹമ്മദ് റഫീഖ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിലേക്കും മഞ്ചേരി നഗരസഭയിലെ വാർഡ് 49 കരുവമ്പ്രം, തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 22 മരത്താണി, ആലംകോട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 18 പെരുമുക്ക് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 22-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 23-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 25 വരെ പത്രിക പിൻവലിക്കാം. ഡിസംബർ 11-നാണ് വോട്ടെണ്ണൽ. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഭിന്നശേഷി സൗഹൃദമാവും. ആദ്യഘട്ടമായി 3 സ്കൂളുകൾക്ക് 2.44 ലക്ഷം രൂപ അനുവദിച്ചതായി മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ GHSS പട്ടാമ്പി, GHSS കൊപ്പം, GHSS വിളയൂർ എന്നീ സ്കൂളുകൾക്ക് 2.44 ലക്ഷം രൂപ വീതം അനുവദിച്ചതായി മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ സാധാരണ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കുക ലക്ഷ്യമിട്ടാണ് ഭിന്നശേഷി ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളെ തരംതിരിച്ച് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭിന്നശേഷി വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിനുള്ളത്. ഈ വിദ്യാഭ്യാസ രീതിയുടെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ മാത്രമല്ല, മറിച്ച് സാധാരണ വിദ്യാർത്ഥികൾക്ക് ഭിന്നശേഷിക്കാരെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റാനും ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് നിർത്താനുമുള്ള അവസരം സൃഷ്ടിക്കുമെന്ന് MLA പറഞ്ഞു. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുക, മാനവിക വിചാരങ്ങൾ ഉണർത്തുക തുടങ്ങിയ സന്ദേശവുമായി SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവസഞ്ചാരം 22-ാം തീയതി വെള്ളിയാഴ്ച മണ്ണാർക്കാടെത്തും. SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനമായി തൃശൂരിൽ നടത്തുന്ന യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാനവസഞ്ചാരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നതാണ് SYS പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിന്റെ പ്രമേയം. ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിലാണ് സമ്മേളനം. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന സൗഹൃദ നടത്തത്തിൽ പ്രമുഖർ അണിനിരക്കും. പ്ലാറ്റിനം പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ 6000 ഗ്രാമങ്ങളിൽ സൗഹൃദ ഛായ എന്ന പേരിൽ സൗഹൃദ സംഗമങ്ങൾ നടത്തുന്നുണ്ട്. 250 ജനസമ്പർക്ക പരിപാടികൾ, 150 കൂടിക്കാഴ്ചകൾ, 130 സ്ഥാപന സന്ദർശനങ്ങൾ, 16 മാനവ സംഗമങ്ങൾ, 125 സ്നേഹസമ്പർക്ക പരിപാടികൾ, വൈവിധ്യമാർന്ന സാന്ത്വന സംരംഭങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. സാംസ്കാരിക നായകർ, രാഷ്ട്രീയ നേതാക്കൾ, സാഹിത്യകാരന്മാർ, വ്യവസായികൾ, പ്രൊഫഷണലുകൾ, സംരംഭകർ,
സാമൂഹിക പ്രവർത്തകർ, മതസാമുദായിക നേതാക്കൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവർ മാനവ സഞ്ചാരത്തിൽ പങ്കാളികളാവും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. യാത്രാനായകൻ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം പ്രസംഗിക്കും. തൃശ്ശൂരിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ വിളംബരം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുകയും മാനവിക വിചാരങ്ങളെ ഉണർത്തുകയും ചെയ്യുക എന്ന വളരെ പ്രസക്തമായ കാലികമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ 16-ാം തീയതി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം കാസർഗോഡ് നിന്ന് മാനവ സഞ്ചാരം എന്ന പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. മലബാറിലെ വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ 22-ന് വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മാനവ സഞ്ചാരണത്തിന് സ്വീകരണം നൽകുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ ഷൗക്കത്ത് ഹാജി, SYS ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന്, ജനറൽ കൺവീനർ അബ്ദുൽ നാസർ സക്കാഫി, മുഹമ്മദ് സാലിം മിസ്ബാഹി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിനേഴി തൃപ്പൂലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം നവംബർ 22 മുതൽ 28 വരെ നടക്കും. താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് ശുദ്ധികലശത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് ആനക്കൊട്ടിൽ സമർപ്പണം നടക്കും. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. പണ്ടാരത്ത് കുട്ടപ്പമാരാർ പുരസ്കാരം നേടിയ പനമണ്ണ ശശിയെ ചടങ്ങിൽ ആദരിക്കും. 23-ന് രാവിലെ പഞ്ചാരിമേളം, വൈകിട്ട് കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവ നടക്കും. തുടർന്ന് രാത്രി 7:30-നാണ് ഉത്സവ കൊടിയേറ്റം. 24-ന് രാവിലെ 10:30-ന് പഞ്ചാരിമേളം, 11:30-ന് ഗീതാഞ്ജലി, വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, തായമ്പക അരങ്ങേറ്റം എന്നിവ നടക്കും. 25-ന് വിശേഷാൽ പൂജകൾ, ചാക്യാർകൂത്ത്, തായമ്പക. 26-ന് വലിയ വിളക്ക് ദിവസം രാവിലെ 8:30-ന് ഉത്സവ ബലി, കഞ്ഞിസദ്യ, ഇരട്ട തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവയും. 28-ന് പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാത്രി 7:30-ന് പള്ളിവേട്ട, പഞ്ചവാദ്യം എന്നിവയും നടക്കും. 28-ന് വ്യാഴാഴ്ച പുഴയ്ക്കാറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷം ഉത്സവത്തിൻ്റെ ഭാഗമായി ആദ്യ ദിവസം 22-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ആനക്കൊട്ടിൽ സമർപ്പണം നടക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരു മണ്ഡപം നിർമ്മിക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ശ്രമഫലമായിട്ടാണ് ഇത്തരം ഒരു മണ്ഡപം ഉയർത്താൻ കഴിഞ്ഞത്. എല്ലാ ഭക്തജനങ്ങളെയും കൂട്ടായ്മയോടുകൂടി 16 ലക്ഷം രൂപ ചെലവിൽ അതിൻ്റെ പണി കഴിഞ്ഞ ആഴ്ച പൂർത്തിയായി. അതിൻ്റെ സമർപ്പണ ചടങ്ങ് 22-ാം തീയതി വൈകുന്നേരം നടക്കും. ഈ ഉദ്ഘാടന സമ്മേളനം ക്ഷേത്രത്തിൻ്റെ തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിക്കുന്നതോടുകൂടി സമാരംഭിക്കും. ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വടപ്പമണ്ണ ദേവസ്വത്തിൻ്റെ ട്രസ്റ്റിയായ OV നാരായണ നമ്പൂതിരിപ്പാടാണ്. പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ MR മുരളി അവറുകളാണ്. ആദ്യം എത്തിച്ചേരും. കൂടാതെ ഈ ആനക്കൊട്ടിൽ സമർപ്പണത്തിൽ അതിൻ്റെ 6 തൂണുകൾ ഓരോരുത്തരായി 50,000 രൂപ വെച്ച് സ്പോൺസർ ചെയ്യുകയുണ്ടായി. 6 പേരെയും വേദിയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങുണ്ട്. വാർത്താസമ്മേളനത്തിൽ മേൽശാന്തി നരിക്കോട്ടിരി പ്രകാശൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ എളാർത്തോടി, സെക്രട്ടറി A ചാമി, ജോയിന്റ് സെക്രട്ടറി രാമൻകുട്ടി വാര്യർ, P മണികണ്ഠൻ എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മണ്ണാർക്കാട് മണ്ഡലം കൺവെൻഷൻ നടത്തി. വ്യാപാര ഭവനിൽ ചേർന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങൾ വാങ്ങുന്നതിനപ്പുറം കടയിൽ എത്തുന്നവർക്ക് ഷോപ്പിംഗ് അനുഭവമാക്കാൻ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന് ബാബു കോട്ടയിൽ പറഞ്ഞു. ഷോപ്പിംഗ് എന്നത് വെറുതെ സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നതിലും അപ്പുറമാണ്. ഷോപ്പിംഗ് എന്നത് ഒരു എക്സ്പീരിയൻസ്, അതൊരു അനുഭവമാണ്. ഇത് നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന് ഒന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകണേ എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. എന്താ കാരണം? ആ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്ന സ്വീകരണം, അവിടെ ലഭിക്കുന്ന അവരുടെ ആ ഒരു അനുഭവം, അത് വലിയ മാറ്റങ്ങൾ
ഉണ്ടാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ കുത്തകകൾക്ക് എല്ലാ വ്യാപാര ആനുകൂല്യങ്ങളും അനുവദിക്കുന്ന സർക്കാരുകൾക്കെതിരെയും റോഡുകൾ കയ്യേറി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന തെരുവോര കച്ചവട മാഫിയകൾക്കെതിരെ നടപടികൾ എടുക്കാത്ത അധികൃതർക്കെതിരെയും ശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങാൻ കൺവെൻഷൻ തീരുമാനിച്ചു. യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റായി ഉണ്ണി മണ്ണാർക്കാടിനെയും ജനറൽ സെക്രട്ടറിയായി യൂസഫ് ചോലയിൽ അലനല്ലൂരിനെയും ട്രഷററായി സജാദ് ഖാൻ എടത്തനാട്ടുകരയെയും തിരഞ്ഞെടുത്തു. കെ എ ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിത്ത് മുസ്ലിം, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട്, മണ്ഡലം ജനറൽ സെക്രട്ടറി ബാബു മൈക്രോടെക്, ജയശങ്കർ, കൃഷ്ണദാസ് സിഗ്നൽ എന്നിവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്പന്ദനം 2024 എന്ന പേരിൽ നവംബർ 25 മുതൽ 30 വരെയാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിൽ 12ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ സേവനം സൗജന്യമായി ലഭിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 25 മുതൽ 30 വരെയാണ് മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സ്പന്ദനം 2024 എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 2 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ സൗജന്യ രജിസ്ട്രേഷൻ, ഡോക്ടർ കൺസൾട്ടേഷൻ, 2500 രൂപ വില വരുന്ന പ്രമേഹ പരിശോധന, BMI പരിശോധന, അസ്ഥി ബലക്ഷയ പരിശോധന, ഡയബറ്റിക് ന്യൂറോപ്പതി പരിശോധന തുടങ്ങിയവ തികച്ചും സൗജന്യമായി ലഭ്യമാകും. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ENT, പീഡിയാട്രിക്സ്, ഗൈനോക്കോളജി, പൾമോനോളജി, ഡെർമറ്റോളജി, റേഡിയോളജി, ഡെന്റിസ്ട്രി, ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകും. കൂടാതെ രക്തപരിശോധനകൾ 70% ഡിസ്കൗണ്ടിലും CT സ്കാൻ ഉൾപ്പെടെയുള്ള റേഡിയോളജി സേവനങ്ങൾ 50% ഡിസ്കൗണ്ടിലും ലഭ്യമാകുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ ക്യാമ്പിൽ പങ്കെടുത്ത് കിഴത്തി ചികിത്സയോ ശസ്ത്രക്രിയയോ ആവശ്യമായി വരുന്നവർക്ക് പ്രത്യേക ആനുകൂല്യവും ലഭ്യമാകും. കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ S. മാത്യു, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മിലൻ E. അരൂജ്, ഓപ്പറേഷൻ ഓഫീസർ ഷാജഹാൻ P., ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് മാനേജർ അമീർ അഹമ്മദ്, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മാനേജർ അഖിൽ സാബു ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഒരു വർഷമായി കേരള മെഡിക്കൽ കോളേജ് ചെർപ്പശ്ശേരി നിവാസികൾക്ക് പാലക്കാട്, അതേപോലെ പെരിന്തൽമണ്ണ, പട്ടാമ്പി ഈ ഏരിയകളിലെല്ലാം നമ്മുടെ സേവനം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇത് 4ാമത്തെ ക്യാമ്പാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇതൊരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്യാമ്പായിരിക്കും. കഴിഞ്ഞ ക്യാമ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ക്യാമ്പ് ഒരു ഗൈനക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പായിരുന്നു. അതേസമയം ഈ സമയം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം 10ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്പന്ദനം 2024 എന്ന് പറയുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ്. ഏകദേശം ഇതിൽ 12ഓളം ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ജനറൽ മെഡിസിൻ വരുന്നുണ്ട്, ജനറൽ സർജറി വരുന്നുണ്ട്, ENT വരുന്നുണ്ട്, ഓർത്തോപീഡിക്സ് വരുന്നുണ്ട്, ഡെർമറ്റോളജി വരുന്നുണ്ട്, പൾമനോളജി വരുന്നുണ്ട്, ഗൈനക്കോളജി, ഡെൻ്റൽ വരുന്നുണ്ട്, പീഡിയാട്രിക്സ് വരുന്നുണ്ട്, ഡയറ്റീഷ്യൻ വരുന്നുണ്ട്, ഫിസിയോതെറാപ്പി വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 12ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സേവനം നമ്മൾ വളരെ വൈഡായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരിലേക്കും നമ്മുടെ ഒരു സേവനം എത്തുക എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു വർഷം തുവ്വൂർ മാതോത്ത് യൂണിവേഴ്സൽ ക്ലബിന്റെ കാർണിവൽ മഹോത്സവത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന കാർണിവൽ ഡിസംബർ 15 വരെ തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് നടക്കുന്നത്. തുവ്വൂർ മാതോത്ത് കേന്ദ്രീകരിച്ച് 14 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് യൂണിവേഴ്സൽ. കല, കായിക മേഖലകളിലെ മികവിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും യൂണിവേഴ്സൽ ക്ലബ്ബ് ഏറെ ശ്രദ്ധ നേടുകയാണ്.
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർണിവൽ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഡിസംബർ 15 വരെ നടക്കുന്ന കാർണിവൽ ദിവസവും വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തിക്കുക. തുവ്വൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം തുടങ്ങിയ കാർണിവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കാർണിവലിലൂടെ സംഘടിപ്പിക്കുന്നത്. തുവ്വൂർ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്താണ് ഈ ഒരു കാർണിവൽ. എല്ലാ ആളുകളും ഇത് പങ്കെടുത്ത് വിജയിപ്പിക്കുക. കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒരുപോലെ മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന പെറ്റ് ഷോ, മരണക്കിണർ, ഗോസ്റ്റ് ഹൗസ്, യന്ത്ര ഊഞ്ഞാൽ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ്, ചിൽഡ്രൻസ് പാർക്ക്, വിവിധതരം റൈഡുകൾ തുടങ്ങിയവയാണ് കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി പരിപാടികൾ, അതുപോലെ നമ്മുടെ കാർ റേസിംഗ് ഒക്കെ വളരെ ശ്രദ്ധേയമായതാണ്. സാധാരണ മരണക്കിണർ പോലെയല്ല. വലിയ മരണക്കിണറുകൾ, വലിയ യന്ത്ര ഊഞ്ഞാലുകൾ, വലിയ വലിയ സംവിധാനങ്ങൾ. അതുപോലെ 30 രൂപേൻ്റെ എൻട്രി പാസ് എടുത്താൽ തന്നെ അവർക്ക് കാഴ്ച വസ്തുക്കളായിട്ട് ഒരുപാട് കാണാൻ, ഇന്ന് വരെ കാണാൻ കൊതിക്കുന്ന ഒട്ടനവധി പക്ഷി, മറ്റു മൃഗങ്ങൾ, മറ്റുള്ള ഒരുപാട് പാമ്പുകളും മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആകർഷണീയമായ, ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാർണിവലാണ് തുവ്വൂർ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്ലബ്ബ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയോടുപാട് എല്ലാ ഫാമിലികളും വന്ന് സഹകരിക്കണം, സഹായിക്കണം. ഇതൊരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കൾ നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾ നൽകണം. ഈ പരിപാടി കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഉറപ്പാണ് ഈ പരിപാടി. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ K സുബൈദ, TA ജലീൽ, NP നിർമ്മല, അംഗങ്ങളായ PT ജ്യോതി, NK നാസർ, സാലിം ബാപ്പുട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി, അസീസ് ചാത്തോലി, P സലാഹുദ്ദീൻ, മാമ്പ്ര കോയ, ജയരാജ്, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ്ബ് രക്ഷാധികാരി കൊപ്പത്ത് ഷെരീഫ്, ഭാരവാഹികളായ ഷബീർ കടമ്പോടൻ, ബാസിത്ത് കടമ്പോടൻ, അനൂപ് മാധോത്ത്, റംഷീദ് ബാബു, P ഹാരിസ്, റാസിഖ് ബാബു തുടങ്ങിയവരാണ് കാർണിവലിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 50 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ കണക്കപ്പിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് V അബ്ദുൽ ലത്തീഫ്, അൽസലാമ മാർക്കറ്റിംഗ് മാനേജർ AU സിദ്ദീഖ്, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. 1000ഓളം വിദ്യാർത്ഥികളുടെ കണ്ണുകൾ പരിശോധിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്ത് ഓസ്കാർ ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക സംരംഭം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. റൈബൺ, പോലീസ്, വോഗ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ കണ്ണടകൾ, ഫ്രെയിമുകൾ, സൺഗ്ലാസുകൾ, ലെൻസ് കൺസൾട്ടന്റ് സേവനം എന്നിവയോടെയാണ് ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷനിൽ വരുണ കോംപ്ലക്സിൽ ഓസ്കാർ ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. ബുധനാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക സംരംഭം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് ഒരു കന്നഡ ഓസ്കാർ ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ മനുഷ്യന്മാരും ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ കണ്ണിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത്. കാരണം കണ്ണില്ലാതെ ആകുമ്പോഴാണ് അതിൻ്റെ വില അറിയൂ എന്ന് പറഞ്ഞ പോലെ കണ്ണ് ഏതൊരു മനുഷ്യനും എത്രയോ പരിശോധനകളും, കാരണം എല്ലാ മാസത്തിലും പരിശോധനകളും നടത്തി കണ്ണിനെ സംരക്ഷിക്കുകയാണ് ഓരോ മനുഷ്യനും. അതിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു ഡോക്ടറും കൂടി അവൈലബിൾ ആയ ഈ ഒരു ഓസ്കാർ ഒപ്റ്റിക്കൽസ് എന്ന കട ഏറ്റവും പൂർണ്ണ വിജയത്തിലെത്തിക്കാനും, കാരണം എല്ലാവരും ഞാനടക്കം കണ്ണട ഉപയോഗിക്കേണ്ട കാര്യത്തിൽ
കടയുടെ ഡോക്ടർ പറഞ്ഞാലും വെക്കാത്തൊരു സാഹചര്യം എന്നാൽ പോലും ആദ്യമായി ഈ കടയ്ക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് ഇതൊരു പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്നും ആശംസിക്കുന്നു. കുണ്ടൂർക്കുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ TM അനുജൻ ഐ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ഓസ്കാർ ഒപ്റ്റിക്കൽസിൻ്റെ മണ്ണാർക്കാടുള്ള പ്രധാനപ്പെട്ട ഷോറൂം പ്രവർത്തനക്ഷമമായിട്ട് കുറച്ച് കൊല്ലങ്ങളായി. മണ്ണാർക്കാട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒപ്റ്റിക്കൽസാണ്. അതിൻ്റെ മറ്റൊരു സുപ്രധാന ബ്രാഞ്ചാണ് ഇപ്പോൾ ഇവിടെ ചേർന്നെടുത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇന്ന് പ്രത്യേകിച്ച് വലിയ സന്തോഷം. ഇതിൻ്റെ ഓണർ ആയിട്ടുള്ള സുപ്രീം ഗോവിന്ദപ്രസാദ് എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുമാതിരി തന്നെ ഇതിൽ ഉദ്ഘാടനം നിർവഹിച്ച ചീഫ്നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജികയും എൻ്റെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ 2 സ്റ്റുഡൻസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്തായാലും ഈ കടയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകും. കാരണം ശ്രീകൃഷ്ണപുരത്ത് എല്ലാം കൊണ്ട് ആവശ്യമുള്ളൊരു മേഖലയാണ് ഈ ഒപ്റ്റിക്കൽസ്. അതുകൊണ്ട് ഇതിനിവിടെ മേൽഗതി നല്ലോണം ഉണ്ടാകുമെന്ന് യാതൊരു സംശയമില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ കടയ്ക്ക് ഉണ്ടാവട്ടെ. ഇതിൻ്റെ ഉടമസ്ഥന്മാരുടെ ഈ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഈ എഫർട്ട് വളരെ ഭംഗിയായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകൃഷ്ണപുരം യൂണിറ്റ് പ്രസിഡന്റ് KL ബേബി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആഗ്രഹമാണ് ഒരു തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളത്. പിന്നെ ആ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു നല്ല സ്ഥാപനം ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കട വളരെ ഭംഗിയായിട്ടും വളരെ സത്യസന്ധതയോടും കൃത്യനിർവഹണം ഭംഗിയായിട്ടും നടത്തി നല്ല ഒരു പുരോഗതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഈ ഉദ്ഘാടനത്തിന് മംഗളങ്ങൾ നേർന്നു. ഒപ്റ്റിക്കൽ അസോസിയേഷൻ ഭാരവാഹികളായ അബ്ദുൽ ഹക്ക്, രവികുമാർ, ജോൺസൺ ജോർജ് തുടങ്ങിയവരും മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റ് അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഞായർ ഒഴികെ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെ സൗജന്യ കാഴ്ച പരിശോധന ഇവിടെ ഉണ്ടായിരിക്കും. കാഴ്ച പരിശോധനാ രംഗത്ത് 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒപ്റ്റോമെട്രിസ്റ്റ് സുപ്രിയ പ്രസാദിൻ്റെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ്, വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ കണ്ണടകൾ, മിതമായ നിരക്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ ലെൻസുകൾ, സുസജ്ജമായ കോൺടാക്ട് ലെൻസ് ലാബ് സൗകര്യം എന്നിവയും ഓസ്കാർ ഒപ്റ്റിക്കൽസിൻ്റെ പ്രത്യേകതകളാണ്. ഉദ്ഘാടന ദിവസം നറുക്കെടുപ്പിലൂടെ കണ്ണടകൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവ് നൽകി. ഒരു കണ്ണട വാങ്ങുമ്പോൾ ഒരു ഫ്രെയിം സൗജന്യം, ബ്രാൻഡഡ് ഫ്രെയിമുകൾക്ക് 10% വിലക്കിഴിവ് എന്നിവയും നൽകുന്നുണ്ട്. മണ്ണാർക്കാട് പള്ളിപ്പടിയിലുള്ള ഓസ്കാർ ഒപ്റ്റിക്കൽസ് സഹോദര സ്ഥാപനമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ജനം വിധി എഴുതി. മികച്ച വിജയം നേടുമെന്ന 3 മുന്നണി സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ 23 ശനിയാഴ്ച. വാണിയംകുളം പത്തംകുളത്ത് വാഹനാപകടം. സ്വകാര്യ ബസും ടിപ്പറും കൂട്ടിയിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് പരിക്ക്. അപകടം ലോറി പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞതിനെ തുടർന്ന്. വാർഡുകളുടെ അതിർത്തി പുനഃക്രമീകരണം. പട്ടാമ്പി മണ്ഡലത്തിൽ 18 പുതിയ വാർഡുകൾ നിലവിൽ വരും. വിഭജനത്തിൽ അശാസ്ത്രീയതയാരോപിച്ച് പരാതികളും. ഒറ്റപ്പാലം നഗരസഭയിൽ 3 വാർഡുകൾ വർദ്ധിച്ചു. 8 വാർഡുകൾക്ക് പുതിയ പേരുകൾ. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണ പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം. 57.79 കോടിയുടെ പദ്ധതിക്ക് കിഫ്ബി ബോർഡ് അനുമതി നൽകി. സർക്കാരും ധനവകുപ്പും അംഗീകരിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. മണ്ണാർക്കാട് സ്വകാര്യ ധന ഇടപാട് സ്ഥാപനം ഇടപാടുകാരെ കബളിപ്പിച്ച് മുങ്ങിയതായി പരാതി. കാരാട്ട് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകർ രംഗത്ത് വന്നത്. ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.